ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ തുറുപ്പുചീട്ടായിരുന്നു അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്തിയിടത്ത് നിർമ്മിച്ച രാമക്ഷേത്രം. നിർമ്മാണം പൂർത്തിയാകും മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും അത് രാജ്യമെങ്ങും വലിയ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും രാമക്ഷേത്രം ഉയർത്തിക്കാട്ടി ബി.ജെ.പി നേതാക്കൾ വോട്ട് തേടി. ഇതുകൂടാതെ പ്രതിപക്ഷത്തിന് നേരെ വിദ്വേഷ പ്രചാരണം നടത്താനും രാമക്ഷേത്രത്തെ മോദിയടക്കം ഉപയോഗിച്ചു. കോൺഗ്രസും എസ്.പിയും അധികാരത്തിലെത്തിയാൽ ബുൾഡോസർ കയറ്റി രാമക്ഷേത്രം തകർക്കുമെന്ന് വരെ മോദി പ്രസംഗിച്ചു. എന്നാൽ രാമക്ഷേത്രവും മോദിയുടെ വിദ്വേഷ പ്രസംഗവുമെല്ലാം അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ ബി.ജെ.പിയെ തുണച്ചില്ല. ഇവിടെ സമാജ്വാദി പാർട്ടിയുടെ അവധേഷ് പ്രസാദാണ് 54,567 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. സിറ്റിംഗ് എം.പി ആയിരുന്ന ബി.ജെ.പിയുടെ ലല്ലു സിംഗിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. 9 തവണ എം.എൽ.എ ആയിരുന്ന അവധേഷ് പ്രസാദ് സമാജ്വാദി പാർട്ടിയുടെ ദലിത് മുഖമാണ്. ഇതൊരു ചരിത്ര വിജയമാണെന്ന് അവധേഷ് വ്യക്തമാക്കി. തന്നെ ജനറൽ സീറ്റിലാണ് അഖിലേഷ് യാദവ് മത്സരിപ്പിച്ചത്. ജാതിയും സമുദായവും നോക്കാതെ ജനങ്ങൾ തന്നെ പിന്തുണച്ചു. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഭൂമി ഏറ്റെടുക്കൽ എന്നിവയ്ക്ക് പുറമെ ഭരണഘടന തിരുത്തുമെന്ന പ്രസ്താവനയെല്ലാം ബി.ജെ.പിയുടെ അസാധാരണ പരാജയത്തിന് കാരണമായെന്നും അവധേഷ് പ്രസാദ് വ്യക്തമാക്കുന്നു. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ തങ്ങൾക്ക് 400 സീറ്റ് വേണമെന്ന് ബി.ജെ.പി സ്ഥാനാർത്ഥി ലല്ലു സിംഗ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പറഞ്ഞിരുന്നു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. രാമക്ഷേത്രം വോട്ടായി മാറിയില്ലെന്ന് അയോധ്യയിലെ ബി.ജെ.പി പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ കഠിനാധ്വാനം ചെയ്തു, ഇതിനായി ഞങ്ങൾ പോരാടി. പക്ഷേ രാമക്ഷേത്രവും പ്രാണപ്രതിഷ്ഠയും വോട്ടായി മാറിയില്ല. ബി.ജെ.പിയുടെ കൗണ്ടിംഗ് ഏജന്റായിരുന്ന ലക്ഷ്മികാന്ത് തിവാരി നിരാശ പങ്കുവെക്കുന്നത് ഇങ്ങനെയാണ്. പ്രാദേശിക പ്രശ്നങ്ങളാണ് ചർച്ചയായത്. ക്ഷേത്രത്തിനും എയർപോർട്ടിനും സമീപത്തായി ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്കെതിരെ അയോധ്യയിലെ പല ഗ്രാമങ്ങളിലും വലിയ രോഷമുണ്ട്. കൂടാതെ അവധേഷ് പ്രസാദ് ദളിത് നേതാവായതിനാൽ ബി.എസ്.പിയുടെ വോട്ടും എസ്.പിക്ക് ലഭിച്ചുവെന്നും തിവാരി കൂട്ടിച്ചേർത്തു. രാമക്ഷേത്രത്തിന്റെ പ്രൗഢി പുറത്തുള്ളവരെ ആകർഷിച്ചിട്ടുണ്ടാകുമെന്നും എന്നാൽ ഇവിടെയുള്ളവർ തങ്ങൾക്കുണ്ടായ അസൗകര്യത്തിൽ അസംതൃപ്തരാണെന്നും മറ്റൊരു ബി.ജെ.പി പ്രവർത്തകനായ അരവിന്ദ് തിവാരി പറഞ്ഞു. വളരെ കുറച്ച് അയോധ്യ നിവാസികൾ മാത്രമാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്നതാണ് വസ്തുത. ഇവിടെ വരുന്ന ഭക്തരിൽ ഭൂരിഭാഗവും പുറത്തുനിന്നുള്ളവരാണ്. ഞങ്ങളും രാമനെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ഉപജീവന മാർഗം എടുത്തുകളഞ്ഞാൽ എങ്ങനെ ജീവിക്കാനാകും? രാംപഥിന്റെ നിർമ്മാണ സമയത്ത് നാട്ടുകാർക്ക് കടകൾ അനുവദിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ അതുണ്ടായില്ലെന്നും അരവിന്ദ് തിവാരി പറഞ്ഞു. ലല്ലു സിംഗിനെതിരെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്ന് പ്രദേശവാസിയായ മുഹമ്മദ് ഇസ്രായേൽ ഗോസി പറയുന്നു. അദ്ദേഹം അയോധ്യയിലെ ജനങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്തുള്ളവർക്കാണ്. അയോധ്യയിലെ സ്വന്തം ജനങ്ങൾക്കായി പ്രവർത്തിക്കാൻ ബി.ജെ.പി മറന്നുപോയി. കൂടാതെ ഭരണഘടന തിരുത്താൻ ബി.ജെ.പിക്ക് 400 സീറ്റ് വേണമെന്ന് പറയുകയും ചെയ്തു. അത് ജനങ്ങളെ ക്ഷുഭിതരാക്കി. താൻ അജയനാണെന്നായിരുന്നു ലല്ലു സിംഗിന്റെ വിചാരം. പക്ഷേ ജനാധിപത്യം അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് അദ്ദേഹം മറന്നുപോയെന്നും ഇസ്രായേൽ ഗോസി വ്യക്തമാക്കി. രാമക്ഷേത്രത്തിന്റെ പേരിൽ ബി.ജെ.പി ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് സമാജ്വാദി പാർട്ടി വക്താവ് പവൻ പാണ്ഡെ പറഞ്ഞു. അവർ രാമന്റെ പേരിൽ ബിസിനസ് നടത്തി. അതിനവരെ പുറത്താക്കി രാമൻ തക്കതായ ശിക്ഷ നൽകിയെന്നും പവൻ പാണ്ഡെ പറഞ്ഞു. യു.പിയിലെ ഉറച്ച മണ്ണിൽ ഇത്തവണ കാലിടറിയതാണ് ബി.ജെ.പിക്ക് വിനയായത്. അതേസമയം എസ്.പി ആവട്ടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. യു.പിയിൽ 37 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അവർ. 2004-ൽ 35 സീറ്റ് നേടിയതാണ് ഇതിനു മുമ്പത്തെ മികച്ച നേട്ടം. 29 സീറ്റ് നേടി തൃണമൂൽ കോൺഗ്രസും മികച്ച പ്രകടനം നടത്തി. കഴിഞ്ഞ തവണത്തേതിലും 7 സീറ്റ് അധികമാണിത്. തമിഴ്നാട്ടിൽ 22 സീറ്റ് നേടി ഡി.എം.കെ പ്രകടനം ആവർത്തിച്ചു. തെലുങ്ക് ദേശം പാർട്ടി 16-ഉം ജെ.ഡി.യു 12 സീറ്റുകളിലാണ് വിജയിച്ചത്. മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് 9 സീറ്റും ഷിൻഡെ വിഭാഗത്തിന് 7 സീറ്റും ലഭിച്ചു. ശരത് പവാറിന്റെ എൻ.സി.പിക്ക് 7 സീറ്റ് കിട്ടിയപ്പോൾ 1 സീറ്റ് നേടാനേ അജിത് പവാറിന് സാധിച്ചുള്ളൂ. പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും മത്സരിച്ച ആം ആദ്മി പാർട്ടിക്ക് ആകെ ലഭിച്ചത് 3 സീറ്റാണ്. CPM കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് 1 അധികം നേടി സീറ്റ് നില 4 ആക്കി. മുസ്ലിം ലീഗ് 3-ഉം CPI-യും CPIM-L-ഉം 2 വീതം സീറ്റുകളും നേടി. അതേസമയം BRS, BSP, BJD പാർട്ടികൾ സംപൂജ്യരാകുന്ന കാഴ്ചയാണ് കണ്ടത്.